അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകനായ കൊച്ചുമാത്തിയച്ചൻ എന്ന് പൊതുവെ എല്ലാവരും അറിയുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കലച്ചനാണ്. അദ്ദേഹം ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറയും സുവിശേഷ പ്രഘോഷണത്തിന്റെ മൂലക്കല്ലുമായ കരിസ്മാറ്റിക് നവീകരണ രംഗത്തിന് ഒരു നൂതന ചൈതന്യം കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് നൽകിയ മൂരിഞ്ഞൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. ഈ സാഹചര്യം ഇത്രയേറെ അനുഗ്രഹപ്രദമാകാൻ പാകത്തിന് ദൈവം ബഹുമാനപ്പെട്ട ഇലവുങ്കലച്ചനെ നമുക്ക് മധ്യത്തിലേക്ക് അയച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാവാം. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സമയം ദൈവം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നയിക്കാൻ പോവുകയാണ്. ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും. ഏറ്റവും ശ്രദ്ധയോടെ ദൈവത്തിന്റെ ഇടപെടലുകൾ കേട്ടുനിൽക്കാൻ, അത് അനുഭവിക്കാൻ പാകത്തിന് അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകുവാനും ആഗ്രഹിച്ച് ഈ സായാഹ്നത്തിന്റെ ശുശ്രൂഷകളിലുടനീളം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് നമ്മെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മക്ഷണങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവകരങ്ങളിലേക്ക് ജീവിതം പൂർണ്ണമായി കൊടുത്ത് അനുഗ്രഹങ്ങൾ അത്ഭുതമായി സ്വന്തമാക്കുവാനും ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ട ഇലവുങ്കലച്ചനെ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നമുക്ക് സങ്കീർത്തനം 47:1 പ്രകാരം കൈയടിച്ച് ഈശോയെ സ്തുതിക്കാം. കണ്ടെത്തി ആനന്ദമാണ്
സ്വരമുയർത്തി പഠിച്ചോളൂ. എല്ലാം നൽകി പാടുന്നു, സന്തോഷത്താൽ പാടുന്നു, ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നു, മാതാപിതാക്കളെ നൽകുന്നു, സഹോദരങ്ങളെ നൽകുന്നു, ബന്ധുജനങ്ങളെ നൽകുന്നു, ഇടവക മുഴുവനെ നൽകുന്നു, നാട്ടുകാരെ നൽകുന്നു, കേരളം മുഴുവനെ നൽകുന്നു, ഭാരതം മുഴുവനെ നൽകുന്നു, അയൽരാഷ്ട്രങ്ങളെ നൽകുന്നു, ലോകരാഷ്ട്രങ്ങളെ നൽകുന്നു, ലോക ജനതയെ നൽകുന്നു, തിരുസഭ മുഴുവന് നൽകുന്നു, തിരുസഭ മുഴുവന് നൽകുന്നു, മാതാപ്പായെ നൽകുന്നു, ഭക്തന്മാരെ നൽകുന്നു, വൈദികരെ അംഗീകരിക്കുന്നു, സമർപ്പിതരെ അംഗീകരിക്കുന്നു, ഹല്ലേലൂയ 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 ദൈവപിതാവിനെ വാഴ്ത്തുന്നു, ദൈവകുമാരനെ വാഴ്ത്തുന്നു, ദൈവാത്മാവിനെ വാഴ്ത്തുന്നു, പ്രിയനാമനെ നൽകുന്നു, ഹല്ലേലൂയ 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 ഞങ്ങൾ പറയണമേ ഞങ്ങൾ പാടണമേ കത്തിക്കടയട്ടെ അന്ധകൾ പറയട്ടെ ജ്ഞാനം പറയട്ടെ ഹല്ലേലൂയ രോഗം മാറട്ടെ വേദന മാറട്ടെ
രോഗം മാറട്ടെ, സന്തോഷം നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, എല്ലാവരും ഇരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ പരിശുദ്ധാസ സ്വീകരിക്കാനാവാത്ത ഏതെങ്കിലും ഒരവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് അതിന് പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, ആ പാപം ആവർത്തിക്കില്ലെന്നുള്ള തീരുമാനമെടുക്കുന്നു. അതോടുകൂടി അവർക്കും പാപമോചനം കിട്ടും. അതുകൊണ്ട് അതിൽ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ മാത്രം പാപങ്ങളല്ല നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ പാപങ്ങളും ദേശത്തിലുള്ള ഓരോരുത്തരുടെ പാപങ്ങളും സമർപ്പിക്കണം. കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, യേശുവിൽ ഒരു കുടുംബമായി തീർന്നവരാണ് നമ്മൾ. അപ്പോൾ പാപങ്ങളെല്ലാം സമർപ്പിച്ച് യേശുവെ മാപ്പ് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്റെ തിരുരക്തത്തെ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. മനസ്സിന്റെ രോഗങ്ങൾ മാറുന്നത് ഈശോയുടെ തിരുമുറിവുകളോട് നമ്മുടെ മുറിവുകൾ ചേർത്ത് വെച്ച് ഈശോയിൽ നിന്ന് നമ്മുടെ ആത്മാവിൽ മനസ്സിനും സ്നേഹം സ്വീകരിച്ച് മനസ്സിലെ ശൂന്യത മാറ്റിക്കഴിയുമ്പോൾ മനസ്സ് സൗഖ്യം പ്രാപിക്കും. ശരീരത്തിന്റെ രോഗം മാറുന്നത് ആത്മാവിന്റെയും മനസ്സിന്റെയും രോഗങ്ങൾ മാറുന്നതോടുകൂടിയാണ്. ചിലപ്പോൾ മാറുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിന്റെ രോഗം മാറ്റി നമ്മളെ വിശ്വാസത്തിലേക്കും വലിയ സാക്ഷ്യത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഈ ദിനങ്ങളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി 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 അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അവര് യേശുവിനെ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശുവിന്റെ മരണശേഷം നിരാശയ്ക്ക് അടിമപ്പെട്ട് അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വാദിക്കുകയും തർക്കുകയും ചെയ്ത് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ശ്രവിക്കുകയോ കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നതിന് പകരം അവര് ലോകത്തിന്റെ പാഴ്വചനങ്ങൾ അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ പൈശാചിക വചനങ്ങളാണ് അവരുടെ അധരങ്ങളിൽ പുറത്തു വന്നത്. യേശുവിലുള്ള വിശ്വാസവും പ്രത്യാശയും സമർപ്പണവും അവർ ചോർത്തിക്കളയുന്ന വചനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് വിപരീതമായി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ സായാഹ്നം വരെ ദൈവത്തിന്റെ തിരുവചനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതെപ്പോൾ സംഭവിച്ചു? എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ നടന്ന അവരുടെ ദുരനുഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ മോശ തുടങ്ങി പ്രവാചകന്മാരെല്ലാവരും യേശുവിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ വ്യാഖ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ ഉണ്ടായ സംഭവം അത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. അവര് വസിക്കേണ്ട വീട്ടിലേക്ക് കയറിയപ്പോൾ യേശുവിനെ അവർ കൂടെ കയറ്റി. ഈശോ കുർബാന അർപ്പിക്കുന്നു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുക്കുന്നു. അപ്പം സ്വീകരിച്ച ഉടനെ ഈശോ അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായി. കത്തോലിക്ക സഭയ്ക്ക് മറ്റ് പല ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കും ഇല്ലാത്തൊരു വലിയ സമ്മാനം ദൈവം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർബാന, പരിശുദ്ധ വചനങ്ങൾ, അതുകൂടാതെ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. ഇത് പല ക്രൈസ്തവ സഭാ സമൂഹങ്ങളും അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലോ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വചനം മാത്രം മതി, വചനം മാത്രം മതി, വചനം മാത്രം മതി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഇത് കേട്ട് ജനങ്ങളുടെ വിശ്വാസം അവരിൽ നിന്ന് ചോർത്തിക്കളയുകയും അവരെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ സഭാഗാത്രത്തിൽ നിന്ന് സഭാ
മാതാവിന്റെ മടിയിൽ നിന്ന് അകറ്റുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിഷേക പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പരിശുദ്ധ വചനങ്ങൾ ഈശോ വഴിയിൽ വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിഷേകം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ അഭിഷേകം തിരിച്ചറിഞ്ഞ് പിന്നീട് ചില കാര്യങ്ങൾ അവർ ചെയ്തത് എപ്പോഴാണ്? പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഈശോ അപ്രത്യക്ഷനായി. അതിന്റെ അർത്ഥം എന്താണ്? ഇനിമേലിൽ നിങ്ങൾ എന്നെ സശരീരനായി ശരീരത്തോടുകൂടി ഈ ലോകത്ത് അന്വേഷിക്കണ്ട. ഇനി എന്നെ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ ഉൾക്കൊണ്ട സ്വീകരിച്ച പരിശുദ്ധ കുർബാന എനിക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് 3 ഹല്ലേലൂയ പറയുന്നു. ആ ഹല്ലേലൂയയ്ക്ക് 4 മണിക്ക് ചായ കുടിക്കാത്തതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് ഏത് ഭാഷയാണ്? മലയാളം അറിയില്ലേ? എന്നാൽ ഹല്ലേലൂയ എന്ന വാക്ക് 2 ഹീബ്രു വാക്കുകൾ ചേർന്നുണ്ടായതാണ്. ഹെബ്രായ ഭാഷ. ഹലാൽ എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. യഹോവ എന്ന വാക്കിന്റെ മൂലം യാ, അതിൽ നിന്നാണ് അടുത്ത വാക്കുണ്ടായത്. ഹലാൽ യഹോവ എന്നീ 2 വാക്കുകൾ ലോപിച്ചുണ്ടായതാണ് ഹല്ലേലൂയ എന്ന വാക്ക്. ഇത് വെളിപാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ 4 തവണ ഈ പ്രാർത്ഥന മാലാഖമാരും വിശുദ്ധരും സ്വർഗത്തിലിരുന്ന് അവർ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ പാത്മോസ് ദ്വീപിൽ കിടന്ന് ദർശനത്തിൽ കണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹല്ലേലൂയ എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധരുടെയും ഈ ഭൂമിയിലുള്ള സകല വിശുദ്ധരുടെയും വിശുദ്ധ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. മാലാഖമാരുടെ കൂട്ടായ്മ കിട്ടുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ നടക്കും. കാരണം നമ്മൾ ദൈവത്തെയാണ് സ്തുതിക്കുക. അവിടെ ഈശോയുടെ നാമമാണ് നമ്മൾ പറയും. ദൈവം എന്ന് പറഞ്ഞ ഈശോ തന്നെയാണല്ലോ. അപ്പോൾ ഹലാൽ യഹോവ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്തുതി, അവിടെ ഈശോയെ പാടി സ്തുതിക്കുകയാണ് നമ്മൾ. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയാണ്. ഇനി എല്ലാവരും വലതുകരം ഉയർത്തി ഏറ്റവും ഉയർന്ന സ്വരത്തിൽ 3 ഹല്ലേലൂയ പറയുന്നു. ഇത്തവണ ചായ കുടിച്ചതുപോലെ ആയിരുന്നു. പക്ഷെ ഇത് കഴിക്കാൻ പോകുന്ന ഊണിനെ കുറിച്ച് ഓർമ്മയിലൊന്നും ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട എട്ടുമുത്തലച്ചന്റെ മൂസിനറച്ചന്റെ ഇടവക്കാര് നല്ല ബുദ്ധിയുള്ളവരെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഊണ് കഴിച്ചതിന് ശേഷമുള്ള ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചേരം താമസിച്ചാ പറഞ്ഞു തുടങ്ങിയത്. അവർക്കത് കുറച്ച് കഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഹല്ലേലൂയ പോലെ ഹല്ലേലൂയ പറയുന്ന ഹൃദയത്തിലായിരിക്കണം. നിങ്ങളൊന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയത്തിലുള്ള ഹല്ലേലൂയ ഹൃദയത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാര്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത് സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ 2-3 അത്ഭുതങ്ങൾ നടന്നു. 1, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. 2, വഴിയിൽ വെച്ച് അവൻ നമ്മോട് വചനം വ്യാഖ്യാനിച്ചു തന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന തിരിച്ചറിവിലേക്ക് വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ വചനത്തിലൂടെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യവർക്ക് പിടികിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം ഉൾക്കൊള്ളാതെ നമുക്ക് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവ് ജ്ഞാനമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ തിരുവചനം നാം കേൾക്കണം. എങ്ങനെയാണ്? തിരുവചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം പങ്കുവെക്കണം, വചനം പ്രഘോഷിക്കണം. ഞാനൊരിക്കൽ എറണാകുളം നോർത്ത് സ്റ്റേഷൻ നിൽക്കുമ്പോൾ എന്റെ തൊട്ടു മുമ്പിൽ ബെഞ്ചിലിരിക്കുന്ന, ഞാനവിടെ നിൽക്കുകയാണ് ബാഗിൽ പിടിച്ച്, എന്നെ കൂട്ടാൻ ഒരാളോട് മുമ്പിലിരിക്കുന്ന കൊച്ചി രൂപതയിൽപ്പെട്ട ഒരു സ്ത്രീ. എറണാകുളം മറൈൻ ഡ്രൈവ് ഓയിൽ കൺവെൻഷൻ ഞാനിപ്പോൾ 4-5 തവണ ലീഡ് ചെയ്തു. അപ്പം എല്ലാ കൺവെൻഷന്റെ അവസരങ്ങളിലും അവിടെ വന്ന് എന്റെ അടുക്കൽ വന്ന ഒരു കൊന്തയും മേടിച്ചുകൊണ്ട് പോകുന്ന അമ്മച്ചിയാണ്. പക്ഷെ അമ്മച്ചി എന്താ പറയുന്നത് അറിയാൻ വേണ്ടി ഞാൻ മിണ്ടാൻ വന്നു. ഞാൻ നോക്കുമ്പോൾ ഈ അമ്മച്ചി അടുത്തിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ അടുത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ?
ഈ അമ്മച്ചിക്ക് ഇത്രയും വചനം കാണാതെ അറിയാമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇവിടെ ഞാൻ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞൂടെ, കൊച്ചിരൂപത്തിൽ അംഗവാണ്ടി ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും ഈ അമ്മച്ചി എനിക്കറിയാം. 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, 1ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. വായിക്കാൻ തപ്പിയാണ്. ആരാ പഠിപ്പിച്ചത്? മകന്റെ മകളെ പഠിപ്പിച്ചത്. എപ്പോൾ ആദ്യമായിട്ട് ബോട്ടയിൽ ധ്യാനം കൂടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മകളോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇന്ന് വായിക്കുന്നതാണ്. റോസി, അങ്ങനെയാണ് പേര്. റോസി. ഈ അമ്മച്ചി വചനം ഓരോന്നോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് എങ്ങനെയാണ് വചനം കുറച്ചു കഴിഞ്ഞാൽ പരിചയപ്പെട്ടു ചോദിച്ചു, എങ്ങനെയാ വചനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, എങ്ങനെ പഠിച്ചു? എന്റെ മോള് വചനം വായിക്കും. 2ഓ 3ഓ തവണ വായിച്ചാൽ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലൊന്നും അറിയുന്നു. ഞാൻ അവിടെ അടുത്ത സഹോദരനോട് ചോദിച്ചു, ഇപ്പോൾ സഹോദരന്റെ പേരെന്താ? അവിടെ ലവ്ലി എന്നാണ് പേര്. ഞാൻ ബോംബെയിൽ ജോലി ചെയ്തെന്നാണ്. ഞാൻ നേഴ്സായിരുന്നു. എന്നെ ഒരാള് ഉപദ്രവിച്ചു. ആ ഉപദ്രവിച്ചതിന്റെ ഫലമായി എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. എന്നെ അയാൾ ബലാത്സംഗം ചെയ്തതാണ്. എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴേക്ക് ഭർത്താവ് എന്റെ സർട്ടിഫിക്കറ്റും എന്റെ സകല രേഖകളും ചുട്ടു കളഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, നീ അശുദ്ധയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രെയിനിന് മുമ്പിൽ ചാടാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി തൃശ്ശൂർ എത്തുന്നത് വെളിയിൽ ചെറിയ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ട്രെയിനിൽ ചാടാനിരുന്നതാണ്. അപ്പോഴാണ് എന്റെ നാട്ടുകാരൊന്നും അറിയാത്തത്തോളം ഞാൻ ഇത്രയും ദൂരെ വന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഈ അമ്മച്ചി അടുത്തു വന്നിരുന്ന് പറഞ്ഞത്, മോളോട് എന്തോ ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പൊ ഈ അമ്മച്ചി എന്നോട് 1 മണിക്കൂർ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ദുഃഖമെല്ലാം മാറി, എന്റെ അരിശമെല്ലാം മാറി. എനിക്ക് എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞ പദ്ധതിയുണ്ടെന്ന്? അപ്പോൾ ഈ മകള് ഡയറി എടുത്തിട്ട് അതിൽ അമ്മച്ചി പറഞ്ഞ വചനങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തിയത് ജെറമിയ 29:12-13. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്, നാശത്തിന്റെ പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. നിങ്ങൾ എന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ എന്നോട് നിലവിളിച്ച് അപേക്ഷിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് കർത്താവ് അറിയിച്ചു. ഈ വചനങ്ങൾ അമ്മച്ചി പറഞ്ഞു കൊടുത്തത് ഈ മകള് നോട്ടിൽ എഴുതി വെച്ചിരിക്കുക. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്ത നിമിഷം തന്നെ എന്റെ ദുഃഖമെല്ലാം മാറിയുന്നത്. അപ്പോൾ നമ്മൾ വൈദികര ധ്യാനപ്രസംഗർ മാത്രമല്ല വചനം പ്രസംഗിക്കേണ്ടത്. എനിക്ക് കിട്ടിയിരിക്കുന്ന വചനങ്ങൾ ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കണം. ട്രെയിനിൽ വെച്ചാകാം, വിമാനത്തിൽ വെച്ചായിരിക്കാം. ഈ മഴയെല്ലാം മാറിപ്പോകട്ടെ. നിങ്ങളെല്ലാവരും 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ മഴയെല്ലാം മാറിപ്പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ കുർബാന എഴുതി വെച്ച് വെക്കാൻ ആരംഭിക്കുന്നു. നിങ്ങളെല്ലാവരും 2 കരം ഉയർത്തിക്കുക. വിശ്വസിക്കുന്നുണ്ടോ ഈശോയ്ക്ക് ഈ കാർമേഘങ്ങളെ മാറ്റി ഇവിടെ നല്ല കാലാവസ്ഥ വരാൻ പറ്റുമെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കേട്ടില്ല. എന്നാൽ സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എങ്കിലും ഏറ്റു പറഞ്ഞ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദാ പിതാവേ, മഴമേഘങ്ങളെ മാറ്റി നിർത്തി ഈ വചന ശുശ്രൂഷയ്ക്കായി, അഭിഷേക ശുശ്രൂഷയ്ക്കായി അനുകൂല കാലാവസ്ഥ ഒരുക്കണമേ. ഹല്ലേലൂയ. വചനമയച്ചു തന്ന കർത്താവേ, വചനമയച്ച് അത്ഭുതം പ്രവർത്തിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റുകൾ അഴിയട്ടെ, അത്ഭുതം നടക്കട്ടെ, രോഗശാന്തി ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം പറയട്ടെ. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ 2 കരങ്ങൾ ഉയർത്തി ഉയർന്ന സ്വരത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കും എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ തിരുവോസ്വരൂപനായ ഈശോ വരുന്നു. യേശുവിനെ സ്വീകരിക്കാം. നല്ല കാലാവസ്ഥ ഉണ്ടാകട്ടെ. ഈശോയെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നല്ല കാലാവസ്ഥ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ മഴമേഘങ്ങൾ മാറി നിൽക്കട്ടെ. മഴയില്ലാത്തൊരു നല്ല കാലാവസ്ഥയിൽ ഈ ആരാധന പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നല്ല കാലാവസ്ഥയും അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ. ഓം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മാത്രം ഈശോ എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പഠിക്കുക, സ്വരമുയർത്തി. അമ്മയുടെ സ്നേഹമുണ്ടായിരുന്നു, എല്ലാവരോടും നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏതോ ആൺകുട്ടികള് ഒരു മൊബൈൽ ഫോൺ സമ്മാനം കൊടുത്തു. അവിടെ മൊബൈൽ മേടിച്ചു, വീട്ടിൽ വെച്ചെന്നിട്ട് ആരും കാണാതെ ഓൺ ചെയ്ത്, അപ്പോൾ അതിനകത്ത് മുഴുവനും അശുദ്ധ പരിപാടികൾ, അങ്ങേയറ്റം നീചമായ മോശമായ പരിപാടികൾ അവളത് രാത്രിയിൽ നിന്ന് കണ്ടു. അതോടുകൂടി ഈ 17 വയസ്സായ പെൺകുട്ടിയുടെ മനസ്സോട് അശുദ്ധിയോട് പറഞ്ഞു. ആൺകുട്ടികളെ നോക്കുമ്പോൾ, സഹോദരങ്ങളെ നോക്കുമ്പോൾ പോലും പല ആൺകുട്ടികളുമായി പാപം ചെയ്യുന്ന എല്ലാ വിശുദ്ധി നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ ഇത് അറിഞ്ഞതിനു ശേഷം ബോധം കെട്ടുപോകുന്നു. അമ്മയുടെ തലമുറ നിലത്തിടിച്ച് അമ്മ അബോധാവസ്ഥയിലായി. അപ്പൻ അമ്മ മുതൽ മദ്യപാനം ആരംഭിച്ചു. അപ്പൊ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് അല്പം തരുന്നുണ്ട്, 1 മണിക്കൂർ കഴിയും, ഓളാ കുർബാന എടുത്തു അതിൽ പോയി പ്രാർത്ഥിച്ചോളാം. അവിടെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോയി. ഈ കൂട്ടുകാരികൾ എന്നോട് കോൺവെന്റ് ചേരുന്നത് പറഞ്ഞു 1 മാസം എന്റെ പുറകിലുണ്ട്. അവിടെ 3 ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരുടെ ഇമെയിൽ ഐഡി എല്ലാം ഇതിന്റെ കയറ്റി തരാമെന്നും പറഞ്ഞ് അവരുടെ ക്ലാസ്മേറ്റ്സിന്റെ എല്ലാ അഡ്രസ്സും കയറ്റാൻ വേണ്ടി മൊബൈൽ മേടിച്ചു. ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു ഞങ്ങളെല്ലാം അങ്ങനെ നശിച്ചു കഴിഞ്ഞു വെച്ചാൽ. എന്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് കരഞ്ഞു പറയുക, പരിശുദ്ധാത്മാവിനെ നമുക്ക് ജനനാവസരത്തിൽ കിട്ടി, അതിലൂടെ നമുക്ക് ആത്മാവുണ്ടായെങ്കിലും മാമോദീസാൻ എങ്ങനെ വരികയെന്നറിയാമോ? ഹോസിയ 5:4 വചനമുണ്ട്. കർത്താവിലേക്ക് മടങ്ങിപ്പോകാത്ത വരുന്നേയുള്ളൂ. ഈ വചനം കാണാതെ പഠിക്കണം. ഞാൻ പറയാം, പറഞ്ഞു നിങ്ങൾ ആവർത്തിച്ച് പറയണം. ഏശയ്യ 10:17 എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പരിശുദ്ധാത്മാജ്ഞകൾ കത്തിപ്പെടട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ, പരിശുദ്ധാത്മാവിന് സ്ഥാനപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഞങ്ങൾ പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.